السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. والصلاة والسلام على سيدنا محمد أشرف رسل الله وعلى آله وأصحابه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. نظر الله امرأ سمع مقالتي فوعاها فأداها كما سمع. رب مبلغ أوعى من سامع. صدق رسول الله صلى الله عليه وسلم. أدم الصلاة على الحبيب محمد فإنها مقبولة بغير تردد. أعمالنا بين القبول ورده إلا الصلاة على الحبيب محمد. اللهم صل وسلم وبارك عليه. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 18 വർഷം ഞാൻ ഇതേ സ്ഥലത്ത് അബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തി. അന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ എല്ലാം ഒറ്റ നൃത്തത്തിൽ പ്രസംഗിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ കഴിവ് കുറവാണ്. അതുകൊണ്ട് ഏതാനും സമയം മാത്രം ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, ഈമാൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ മറുപടി അറിയേണ്ടത്? ഞാനെന്താണ് മറുപടി അറിയേണ്ടത്? അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്ത് കൊണ്ടുവന്നു അത് വിശ്വസിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അതാണ് ഈമാൻ. ആ ഈമാനിൻ്റെ വിശദീകരണമാണ് അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി
വൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി എന്നെല്ലാമുള്ള ഹദീസുകൾ. ഈമാൻ കാര്യം എന്താണ്? അൻതുമിന ബില്ലാഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, വറസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക, മലായിക്കത്തിഹി, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അൻതുമിന ബില്ലാഹി മലായിക്കത്തിഹി കുതുബിഹി വറസൂലിഹി. പിന്നെ മലക്കുകളിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്ന വിശദീകരണം അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്ത് കൊണ്ടുവന്നു അത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക. അതാണ് ഇസ്ലാം. ഒരിക്കൽ അബ്ദുൽ ഖൈസ് എന്നു പേരായ ഒരു ഗോത്രക്കാരുടെ പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു. അങ്ങനെ വന്നപ്പോൾ അമറഹും ബി അർബഇൻ വനഹാഹും അൻ അർബഇൻ, 4 കാര്യം അവരോട് കൽപ്പിച്ചു, 4 കാര്യത്തെ തൊട്ട് അവരെ തടഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഒന്നാമതായി അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹദഹ്, അള്ളാഹുവിൽ ഏകനാണെന്ന് വിശ്വസിക്കുക, ഇത് കൽപ്പിച്ചു. എന്നാൽ അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹദഹു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അതദറൂന മൽ ഈമാൻ ബില്ലാഹി വഹദഹ്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? സ്വഹാബത്ത് മറുപടി പറയുന്നു, ലാ, ഞങ്ങൾക്കതറിയില്ല. എന്താണെന്ന് അവിടുന്ന് വിവരിച്ചു തരണം. അവിടുന്ന് പറയുന്നു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക എന്നതിൻ്റെ താല്പര്യം അള്ളാഹു അല്ലാതെ മറ്റ് ആരാധനക്ക് അർഹനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും വിശ്വസിക്കലാണ്. അപ്പം ഇത് രണ്ടും കൂടി കൂടിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് മറ്റൊന്നുമല്ല, മക്കയിലുണ്ടായിരുന്ന അക്കാലത്തുള്ള മുശ്രിക്കുകൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖല്ലാഹ മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ഈ അഖില ലോക ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ആ കാലഘട്ടത്തിലുള്ള ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. എന്നാൽ എന്തുകൊണ്ട് അവർ മുസ്ലിം അല്ല? എന്തുകൊണ്ട് അവർ മുസ്ലിം ആയില്ല? അത് അള്ളാഹു തന്നെ മറുപടി പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അതാരാണ് പഠിപ്പിച്ചു തരുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം?
അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിച്ചു തരുന്നത് നബിതങ്ങളാണ്. ആ പഠിപ്പിച്ചതുപോലെ അത് സ്വീകരിക്കാത്തത് കൊണ്ട് വമാ ഖദറുല്ലാഹ, അള്ളാഹുവിനെ അവരറിഞ്ഞില്ല. ഹക്ക ഖദ്രിഹി, അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മുസ്ലിം ആവുകയില്ല. ഇസ്ലാം മതത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ഈശ്വരൻ എന്നോ അല്ലെങ്കിൽ തമ്പുരാൻ എന്നോ പറഞ്ഞുകൊണ്ട് ഈശ്വര ശക്തിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അവർ മുസ്ലിം ആകാത്തത് എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ അവർ പഠിച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ പോലും എങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നു, അപ്രകാരം അള്ളാഹുവിനെ പഠിച്ചില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, ഖുർആനാണ് പറയുന്നത്. അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈമാൻ ശരിയാക്കണം എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് പഠിക്കണം. അതുകൊണ്ടാണ് ഇവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ കൂട്ടത്തെ നാട്ടിലൊക്കെ ഹിന്ദുക്കളൊക്കെ ഈശ്വരനും അതുപോലെ വേറെ പല പേരുകളും പറയും. ഈ പേരൊക്കെ പറഞ്ഞതുകൊണ്ട് അവർക്ക് നാം മുസ്ലിം എന്ന് പറയാത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അവർ പഠിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. ഹിന്ദി സംസാരിക്കുന്ന ഉറുദു സംസാരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ ऊपर वाला क्या करता है वो करेगा, ऊपर वाला क्या कहता है वो चलेगा എന്ന് പറഞ്ഞിട്ട് മേലെയുള്ളവൻ ചെയ്യുന്നതൊക്കെ ഇവിടെ നടക്കും, അവൻ പറയുന്നതൊക്കെ നടക്കും എന്ന് അവനും പറയും. ഈ ഉപർവാല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മേലെ പോയി ഇരിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലാഹു ആലം. നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ ഉപർവാലയും ഈശ്വരനും ഒക്കെ പറഞ്ഞിട്ട് മുസ്ലിം എന്ന് അവർക്ക് വിധി കൊടുക്കാത്തത് അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രകാരം പഠിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ പഠിക്കണം. റസൂൽ എന്താണ് പറഞ്ഞു തന്നത് അത് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഇസ്ലാം ശരിയാവുകയുള്ളൂ. അതാണ് അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കൊണ്ടുവന്നോ അത് അങ്ങേയറ്റം ഉറപ്പിച്ച് വിശ്വസിക്കണം. അതാ ഖുർആനിൽ പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. നിങ്ങൾ ഒരു കാര്യം ആ മുഹമ്മദ് നബിയോട് പറഞ്ഞു, ഒരു കേസ് പറഞ്ഞു. ആ കേസിൽ അവിടെ നിന്ന് ഒരു വിധി കൽപ്പിച്ചു. വിധി കൽപ്പിച്ചപ്പോൾ ഇവിടെ സാധാരണക്കാർ മധ്യസ്ഥന്മാർ വിധി പറഞ്ഞാൽ ഒരാൾക്ക് ദോഷമായും
മറ്റൊരാൾക്ക് ഗുണമായും പറയും. അപ്പോൾ ദോഷമായവൻ പറയും. കാര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സംഗതി അങ്ങനെയല്ല, കുറച്ച് മോശമാണ് എന്ന് പറയും. അതുപോലെ ഒരു ഹൈക്കോർട്ട് എന്നൊരു വിധി വന്നാൽ ആ വിധി അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്ന് വെച്ചുകൊണ്ട് അവർ പറയും, ആ ജഡ്ജി പറഞ്ഞത് ശരിയായില്ല, അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയം പ്രകടിപ്പിക്കാതെ ഉറപ്പിച്ച് വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയുള്ളൂ. ഫലാ വറബ്ബിക, റബ്ബനെ കൊണ്ട് സത്യം, ലാ യുഅ്മിനൂന, അവർ വിശ്വസിച്ചവരാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ തങ്ങളെ അവർ വിധികർത്താവാക്കുകയും ഉമ്മ ലയജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത, തങ്ങളുടെ വിധിയിൽ യാതൊരു സംശയവും അവരുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യണം. വയുസല്ലിമു തസ്ലീമ, തങ്ങളുടെ വിധി 100% സന്മനത്തോടുകൂടെ തൃപ്തിയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ മുഅ്മിനീങ്ങളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹുബ്ബുർ റസൂൽ നടത്തുന്നതും മൗലിദ് ഓതുന്നതും റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നതിന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി 100% അംഗീകരിക്കുകയും മനസ്സിൽ അതിന് സന്തോഷമുണ്ടാവുകയും ചെയ്തെങ്കിലല്ലാതെ ഒരാൾ മുസ്ലിം അല്ല. ഒരു ചെറിയ സംശയം, മുഹമ്മദ് നബി പറഞ്ഞത് ശരിയായിട്ടില്ല, അങ്ങനെയല്ല വിളിക്കേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോയാൽ അവൻ മുഅ്മിനല്ല, മുസ്ലിം അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും അവിടത്തോട് നമുക്ക് പ്രിയം ഉണ്ടാവുകയും ചെയ്യണം. നമ്മൾക്ക് ഒരു സാധനത്തോട് പ്രിയമുണ്ടാകണമെങ്കിൽ ആ സാധനം വളരെ നല്ലതായിരിക്കണമല്ലോ, എങ്കിലല്ലേ നമുക്ക് പ്രിയമുണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടുത്തെ പോലെ അറിവുള്ള ഒരു മനുഷ്യനെ അള്ളാഹു തആല പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെപ്പോലെ അറിവുള്ള ഒരു മനുഷ്യനെ അള്ളാഹു തആല പഠിച്ചിട്ടില്ല. അന അഅലമുകും ബില്ലാഹ്, ഞാനാണ് അള്ളാഹുവിനെ ഏറ്റവും അധികം അറിയുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ്. അഅലമുകും ബില്ലാഹി വഅഖ്ശാകും, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അധികമായി ഭയപ്പെടുന്നവൻ ഞാനാണ്. വഅത്ഖാകും, അള്ളാഹു തആലാക്ക് ഏറ്റവും അധികം തഖ്വ ചെയ്യുന്നവനും ഞാൻ തന്നെയാണ് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വാസം വേണം. ആ വിശ്വാസം എങ്ങനെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ക്രമത്തിൽ വിശ്വസിക്കണം.
അപ്പോൾ മാത്രമേ നാം അള്ളാഹുവിൽ വിശ്വസിച്ചവരാവുകയുള്ളൂ. ബഹുദൈവ വിശ്വാസികൾ അങ്ങനെയല്ല. അവർ അള്ളാഹുവിനെ കൂടാതെ വേറെയും ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഇന്നഹും ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല, ആരാധനക്ക് അർഹൻ ഇല്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ, യഖൂലൂന, അവർ ചോദിക്കും, അഇന്നാ ലതാരികൂ ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഭ്രാന്തനാണെന്ന് പറയുന്നു. കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ഭ്രാന്തനാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നു, ഈ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ഭ്രാന്തൻ്റെ വാക്ക് കേട്ടിട്ട് ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതില്ലെന്ന് അവൻ മാറുകയും മറ്റനേകം ദൈവങ്ങളുണ്ട്, ഇലാഹുകളുണ്ട് എന്ന് അവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അള്ളാഹു തആലക്കല്ലാതെ മറ്റൊരു വസ്തുവിനും ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരു സംഗതിയും ചെയ്യാൻ ഇവിടെ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്ത് പലപ്പോഴും പല ആവശ്യങ്ങളും ചെന്ന് പറഞ്ഞിരുന്നു. ആ പറയുമ്പോഴൊക്കെ അവിടുന്ന് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്ത് നിങ്ങൾ കേട്ടില്ലേ? പരിശുദ്ധ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ഈ മക്കയിലുള്ള മുശ്രിക്കുകൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ കൊന്നുകളയാൻ തീരുമാനിച്ചു, അതല്ലെങ്കിൽ നാട് കടത്തണമെന്ന് തീരുമാനിച്ചു. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ഇദ് യുസ്ബിതൂക ഔ യഖ്തുലൂക ഔ വയംകുറൂന അല്ലാഹ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യാൻ അവർ ചർച്ച ചെയ്തു, അവർ ആലോചിച്ചു. അവർക്കതൊന്നും നടക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാം അറിയുന്നവരാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഒരു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മക്ക മുശ്രിക്കുകൾ വന്ന് വീട് വളഞ്ഞു. ഇവിടുന്ന് പുറത്തു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട് വളഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഓർഡർ, നബിയെ തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിയണം. അവരുടെ തലയിലെല്ലാം എത്തി. വാരിക്കിന് എറിഞ്ഞപ്പോൾ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും തലയിൽ
ഓരോ തരിമണ്ണ് എത്തുകയും അതോടുകൂടി അവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉറങ്ങിയ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് പുറപ്പെട്ടു. അതാണ് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അള്ളാഹു പറയുന്നു, വമാ റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ, വലാകിന്നല്ലാഹ റമാ, അത് അള്ളാഹുവിൻ്റെ ഏറാണ്, അള്ളാഹു താരയാണ്. ഈ ഏറ് ഒരൊറ്റപ്പിടി മണ്ണ് വാങ്ങി എറിഞ്ഞപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകളെ തലയിൽ എത്തിയതും അവർ ഉറങ്ങിപ്പോയതും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം കൊണ്ടാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി മദീനയിലേക്ക് പോകാനുള്ള ഓർഡർ സ്വീകരിച്ച് മദീനയിലേക്ക് നടക്കുന്നു. നടന്ന് കുറേയധികം നടന്നപ്പോൾ അല്പം ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നി. അപ്പോൾ 6 സൗറ് എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹൻ്റെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾക്ക് ഈ ഗുഹയിൽ പോയി ഒരു അല്പസമയം ഇരിക്കാം, അല്പസമയം വിശ്രമിക്കാം. പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു തആലയും സിദ്ദീഖുകളും അല്ലാഹു തആല സമ്മതം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശാവറ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊത്തിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഈ ശത്രുക്കളതാ വലിയ വാളും ഏന്തി വാള് കുലുക്കിയിട്ട് ഇങ്ങനെ വരുന്നത്. കാരണം ഹാറുതോറിൻ്റെ മേൽഭാഗത്ത് വലിയ ദ്വാരമാണ്, ഓട്ടയാണ്. അതിലെ നടന്നു പോകുമ്പോൾ താഴോട്ട് കാലിലേക്ക് നോക്കിയാൽ ഈ ഗുഹൻ്റെ ഉള്ളിൽ കാണാം. അവരിങ്ങനെ പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, അതാ ശത്രുക്കൾ വരുന്നു നബിയെ, നമ്മൾ രണ്ടുപേരും ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്, എന്തു ചെയ്യും? പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ ഒന്ന് പിന്നിലേക്ക് നോക്കൂ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നല്ല ഒരു കപ്പൽ, ഒരു കടലും, ആ കടലിൽ ഒരു കപ്പൽ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അവർ ശത്രുക്കൾ മുമ്പിലൂടെ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നിലൂടെ ആ കപ്പലിൽ കയറി സഞ്ചരിക്കാം, നിങ്ങൾ ഭയപ്പെടേണ്ട. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു. സഹോദരങ്ങളെ, അവർ വന്നില്ല. എന്തുകൊണ്ട് വരാതിരുന്നത്? അവർ ഈ ഗുഹയുടെ മുമ്പിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഈ 8 വല, 8 എന്ന് പറയുന്ന വണ്ടാത്തൻ വല കെട്ടിക്കിടക്കുന്നു. അത് തന്നെ എത്രയോ കൊല്ലം പഴക്കമുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ചിലന്തി വല അവിടെ ഉണ്ട്. മാത്രമല്ല മേടപ്രാവുകൾ അവിടെ വെച്ചിട്ട് കൂന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവാനാ? ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ചിലന്തി വല, ഈ വണ്ണാതൻ വല ഇവിടെ ഉണ്ടാവുകയില്ല. എത്രയോ പഴക്കമുള്ള വലകളെപ്പോലെ തോന്നുന്നു. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യനുണ്ടെങ്കിൽ ഈ പ്രാവ് ഇങ്ങനെ കുറുകുകയില്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അതാണ് ബഹുമാനപ്പെട്ട ഇമാം മൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ളന്നുൽ ഹമാമ വളന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തി ലം തുൻസദ് വലം തഹ്മി. ഹമാമ്, മേടപ്രാവ്, ആ മേടപ്രാവിനെ കണ്ടപ്പോഴും അതുപോലെ ചിലന്തി വല, പഴയ വല കണ്ടപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്ന് ആ മുശ്രിക്കുകൾ മനസ്സിലാക്കുകയും
അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല. സിദ്ദീഖുകൾക്ക് കപ്പലിൽ കയറേണ്ട ആവശ്യവും വന്നില്ല. കപ്പൽ റെഡിയായി നിൽക്കുകയാണ്. നല്ല ഒരു കടലും, ആ കടലിൽ നല്ല യാത്ര സൗകര്യമുള്ള ഒരു കപ്പലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും ആവശ്യമുണ്ടായില്ല. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് അങ്ങനെയാണ്. അസാധാരണ സംഭവം ഉണ്ടാവും. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അമ്പിയാക്കന്മാർ കാണിക്കുന്ന അസാധാരണ സംഭവങ്ങളാണ്. കറാമത്ത് എന്ന് പറയുന്നത് ഔലിയാക്കൾ കാണിക്കുന്ന അസാധാരണ സംഭവങ്ങളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവരാണ്. അല്ലാതെ ഇന്ന് പല സ്ഥലത്തും ചില ആളുകൾ ഔലിയാന്നും വലിയെന്നും ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടുന്നു. നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൂടുന്നുണ്ട്. നിസ്കാരം ഒഴിക്കുന്നവരുണ്ട്. എൻ്റെ യുവാക്കൾ പണ്ഡിതന്മാരും അല്ലാത്തവരും മനസ്സിലാക്കണം, അങ്ങനെ നിസ്കരിക്കാത്ത ഒരു ശരീഅത്ത് ഇവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല ശരീഅത്ത്. നിസ്കരിക്കാത്തൊരു ശരീഅത്ത് കണ്ടോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലിന് രോഗമായി വഫാത്തിൻ്റെ അടുത്ത സമയം നടക്കാൻ കഴിയാതെ ആയപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഇടയ്ക്ക് രണ്ടുപേരും താങ്ങിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. റസൂലുള്ളാഹിനെ രണ്ട് കാലും ഭൂമിയിൽ വരക്കുന്നു. അങ്ങനെ കാല് ഭൂമിയിൽ വരച്ചുകൊണ്ട്, കാല് കൊണ്ട് പൊക്കി വെക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കാല് ഭൂമിയിൽ വരച്ചുകൊണ്ട് അത്രയും ക്ഷീണമായപ്പോൾ പോലും പള്ളിയിലേക്ക് പോവുകയും നിസ്കരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ശൈഖും ഒരു കുത്തുബുകാരും നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു വന്നാൽ അവരെ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. ആ വലയിൽ ആരും പെട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നിസ്കാരം എന്ന് പറയുന്നത് വസ്ലത്തും ബൈനൽ അബദി വ ബൈന റബ്ബി, ഒരടിമയും അവൻ്റെ റബ്ബുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം. അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കാരം കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുകയും വേണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് എത്രയാണ്, കണക്കില്ലാതെ മുഅ്ജിസത്തുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മേടപ്രാവുകൾ പാട്ടുപാടുകയും ചരന്തി വലകൾ പഴയതുപോലെ കെട്ടിയും അവിടെ ഉണ്ടാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ മുശ്രിക്കുകൾ മടങ്ങിപ്പോയത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണ്. അല്ലെങ്കിൽ ഇവരങ്ങോട്ട് കടക്കുമ്പോൾ ആ പൊണ്ണാത്തം പല മുഴുവനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു തആലാൻ്റെ ഖുദ്റത്ത് കൊണ്ട് അവിടെ ചരന്തി വലകൾ ഉണ്ടായി. അതുപോലെ പ്രാവുകൾ വന്നിട്ട് നിർഭയം ആളുകളില്ലാത്തതുപോലെ അവരവിടെ പാടുകയും കുറുകുകയും ചെല്ലുന്നു. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അവിടുത്തെ ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും ധാരാളം മുഅ്ജിസത്തുകൾ ഇവിടെ വെളിവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മഴ പെയ്തു കുറച്ച് സമയത്ത്
അപ്പോൾ ആളുകളൊക്കെ മാറി നിന്ന് ഇപ്പം മഴയില്ല, എല്ലാവരും നാട്ടിൽ നിന്ന്. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു ദിവസം വെള്ളിയാഴ്ച ഒരു സഹാബി വന്നിട്ട് പറയുന്നു, റസൂലുള്ള ഖുത്ബ വന്ന സമയത്ത് പറയുന്നു, അതൈനാക വല്ലദ്റാഉ തുദ്മി ലബാനഹ വഖദ് ശുഗിലത് ഉമ്മു الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي. എന്താണ് സ്വഹാബി എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് വെള്ളം വേണം നബിയെ, മഴയില്ല, വെള്ളം വേണം. ഞങ്ങളെ മൃഗങ്ങളൊക്കെ വെള്ളമില്ലാത്തത് കൊണ്ട് ചത്തുപോകാൻ തുടങ്ങി. അതുപോലെ മുല കൊടുക്കുന്ന സ്ത്രീകൾ അവർ മുലപ്പാലിന് പകരം രക്തം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ചൂണ്ടലിങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടി, അല്ലാഹുമ്മസ്ഖിന ഗൈസൻ മുഗീസൻ, ഞങ്ങൾക്ക് നല്ല സുഖകരമായ മഴ വേണം അല്ലാ എന്ന് ദുആ ചെയ്ത്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ മഴങ്ങ് വന്ന് ആ മഴ പെയ്തു. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമ്പോഴും സുജൂദിൽ പോകുമ്പോഴും അവിടുത്തെ ചളിയും മണ്ണും നെറ്റിയിൽ പുരണ്ട് നിസ്കരിക്കുകയും ഖുത്ബ ഓതുകയും ചെയ്തു. ഏതായിരുന്നാലും ആ മഴ പിന്നങ്ങ് തുടർന്ന് ഒരാഴ്ചക്കാലം നിൽക്കുന്നില്ല. എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ച വാങ്ങിയ മഴയാണ്. അതുകൊണ്ട് ആ ഹബീബ് തന്നെ പറഞ്ഞാൽ മാത്രമേ അള്ളാഹു നിർത്തുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു സ്വഹാബി വന്ന നബിയെ, വെള്ളം അധികരിച്ചു പോയി, റോഡുകളൊക്കെ മുറിഞ്ഞു പോയി, മൃഗങ്ങൾ ഒലിച്ചു പോകാൻ തുടങ്ങി, ഞങ്ങൾക്ക് മഴ ഒന്ന് നിർത്തിത്തരണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൈയൊന്ന് വട്ടത്തിൽ കാണിച്ചു. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, ഞങ്ങളുടെ മേൽ മഴ വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മഴ പെയ്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊന്ന് വട്ടത്തിൽ കാണിച്ചപ്പോൾ മദീനയിൽ നിന്ന് മഴ പോയി. എല്ലാ തുള്ളികളും നിന്നുപോയി. ആളുകളില്ലാത്ത സ്ഥലം, വിജനമായ സ്ഥലം, അവിടെ മാത്രം മഴ പെയ്തു. ആളുകളുള്ള മദീനയിൽ ഒരല്പവും മഴയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഇന്ന് മദീനത്തെ കുബ്ബ, ആ പച്ച കുബ്ബയുണ്ടല്ലോ ഖബറിൻ്റെ മുകളിലുള്ള വലിയ ആ കുബ്ബ, ജാറക്കുബ്ബ, ആ കുബ്ബക്കൊക്കെ നോക്കിയാൽ കാണാം ഒരോട്ട അതിൻ്റെ മുകളിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിരൽ കൊണ്ട് ചൂണ്ടിയ അടയാളമാണ്. ആ ഓട്ട അന്ന് ഉണ്ടായത് ഇന്നും അടയാളമായി ആളുകൾ, സഹാബത്തും മക്കക്കാരും മദീനക്കാരും അംഗീകരിക്കുകയാണ്. ഒരൊറ്റ ചൂണ്ടൊരു കരുതി. അപ്പോൾ ആ കുബ്ബൻ്റെ മുകളിൽ അതിൻ്റെ ആ ചൂണ്ടലിൻ്റെ ഓട്ട 7 ആകാശം വരെ ഒരു ഓട്ടയായിട്ട് ഇങ്ങനെ പോയി. അതിൻ്റെ അടയാളമായിട്ട് മദീനത്ത് ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ ആ പച്ചക്കുബ്ബയുടെ മുകളിൽ ഒരു ഓട്ട കാണാവുന്നതാണ്. അത് ഇവിടുത്തെ ഫോട്ടോകളിലൊക്കെ നോക്കിയാലും കാണാം. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് മഴ വർഷിപ്പിക്കുകയും മഴ നിർത്തുകയും ചെയ്തു. ആ സമയത്ത് സ്വഹാബി പറയുന്നത്, ഫലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്ന ഫിറാറുന്നാസ് ഇല്ലാ ഇലർ റുസുലി, ഞങ്ങൾ വെള്ളമില്ലാതെ വരുമ്പോൾ അങ്ങയുടെ മുമ്പിലേക്കല്ലാതെ
ഞങ്ങൾക്ക് എവിടേക്ക് പോകാനാണ്? ഞങ്ങൾ മുർസലീങ്ങളിലേക്കല്ലാതെ എവിടേക്ക് പോകാൻ കഴിയും? ഞങ്ങളിതാ അങ്ങയുടെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മഴ വേണം. അയിന ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലി, മുർസലീങ്ങളിലേക്കല്ലാതെ മനുഷ്യന്മാർ എവിടേക്ക് പോകാനാണ്? അങ്ങനെ ആ സ്വഹാബത്ത് അള്ളാഹുവിലേക്ക് ചോദിച്ചുകൊണ്ട് വാങ്ങിക്കൊടുക്കാൻ റസൂലുള്ളാഹിയോട് അപേക്ഷിക്കുകയാണ്. ആ നിലക്ക് ധാരാളം മുഅ്ജിസത്തുകളും കറാമത്തുകളും ഉണ്ടായിട്ടാണ് ഇവിടെ ഇസ്ലാം മതം നിലനിന്നിട്ടുള്ളത്. ആ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും നിഷേധിക്കുന്ന വിദഗ്ധകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. എനിക്ക് അതാണ് പ്രത്യേകമായി പറയാറ്. ഇന്നത്തെ പുതിയ യുക്തിവാദികൾ, അവർ പല പേരിലുണ്ടാവും. ആ യുക്തിവാദികൾ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിനെയും ഔലിയാക്കളുടെ കറാമത്തിനെയും നിഷേധിക്കുന്നു. നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് എത്ര കറാമത്തുകൊണ്ട്, ഇല്ലാത്ത കറാമത്ത് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ കൽത്തറ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് സി.എം. വലിയുള്ളാഹി മടവൂർ, അവരെ ഹയാത്ത് കാലത്ത് ഞാനും അദ്ദേഹവും ഒരു വയലിൻ്റെ സ്റ്റേജിലേക്ക് പോയി. അവരിത് ഞാൻ വയലും പറയാനാണ്. സ്റ്റേജിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എന്നിട്ട് ആരാ പ്രവർത്തകർ എന്ന് പറഞ്ഞ് വിളിച്ച് നോക്കുമ്പോൾ മേസൻ്റെ മുകളിൽ റസൂലുള്ളാഹിൻ്റെ റൗള ഷരീഫിൻ്റെ ഫോട്ടോ ഉള്ള മുസല്ല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചായൻ്റെ പാത്രവും ഗ്ലാസും ഇതെല്ലാം വെച്ച് ഉടനെ അവരോട് പറഞ്ഞ് എടുക്കത്. റസൂലുള്ളാഹിൻ്റെ മുസല്ല, റസൂലുള്ളാഹിൻ്റെ റൗള ഷരീഫിൻ്റെ സൂറ, അതിൻ്റെ മുകളിൽ നിനക്ക് ചായക്കച്ചവടം ചെയ്യാനുള്ളതല്ല, അത് വേഗം എടുക്കുന്ന പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരെ കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ വയല് കഴിഞ്ഞു. വയല് ഞാൻ 2-2.5 മണിക്കൂർ വയല് പറഞ്ഞു. അന്ന് വയല് പറയുമ്പോൾ ഞാൻ എൻ്റെ തലയെക്കെട്ടെടുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്നു. കാരണം എന്താ, അന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾക്ക് വിയർപ്പ് വരും. വിയർപ്പ് വന്നിട്ട് കുപ്പായം തുണി ഒന്നായിട്ട് നനഞ്ഞ് അത് പിഴിഞ്ഞെടുക്കാനുണ്ടാവും. അപ്പോൾ സി.എം. വലിയുള്ളാഹി എന്നോട് മെല്ലെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്റ്റേജിൻ്റെ ഒരറ്റത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്താ തലയെക്കെട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായത്തൊന്നും ഇങ്ങനെ വലിക്കുന്നു. ഈ ശക്തിവത്തായ വിയർപ്പ് ഉള്ളത് കൊണ്ടാണ്. തലയിൽ വിയർപ്പ് പിടിച്ചാൽ നാളെ വയലു അറിയാൻ കഴിയില്ല. സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞു, ഇനി തലയെക്കെട്ടെടുത്ത് വെക്കണ്ട, നാളെ മുതൽ നിങ്ങൾക്ക് വിയർപ്പ് വേണ്ട, ഈ അധികമുള്ള വിയർപ്പ് വേണ്ട എന്നൊരൊറ്റ പറച്ചിനെ കൊണ്ട് പറഞ്ഞിട്ട് അന്ന് തന്നെ സഹോദരങ്ങളെ അത് നിന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഇക്കാലം വരെ പിന്നെ അതിൻ്റെ ശേഷം ആ രോഗം ഉണ്ടായില്ല. എങ്ങനെയാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ടല്ലേ നാളെ മുതൽക്കിത് വേണ്ടേ വേണ്ടാന്ന് പറയുന്നത്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് സത്യം ചെയ്ത് അവരൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അപ്പോൾ അത് നടപ്പാക്കും. ഇവിടെ അള്ളാഹുവിനോട് പറഞ്ഞ് ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാണ്ടാക്കി. രോഗമാണ്, അതിന് കാൽസ്യം ഗുളിക കുടിക്കാണ്ടൊക്കെ ഡോക്ടർമാർ ധാരാളം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ മഹാനവറുകളുടെ ഒരു വാക്കുകൊണ്ട് ശിഫയായിപ്പോയി. ഇത് എൻ്റെ അനുഭവമാണ്.
ഏത്തപ്പഴക്ക ആലുവായി അബൂബക്കർ മുസ്ലിയായിരുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന മാടവന എന്ന് പറയുന്നതാണ്. അവിടെ ആ വീട്ടിൻ്റെ കുറേ ഇപ്പുറത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ആ നാട്ടുകാർ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. അങ്ങനെ ആ ഇലയിലാണ് ഭക്ഷണം കൊണ്ടു തന്നത്, വാഴൻ്റെ ഇല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈസയും കൊടുത്ത് ഇറങ്ങുമ്പോൾ ഇല എടുത്തെറിയണം, പുറത്തോട്ടിടണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇല എടുക്കണമെങ്കിൽ പൈസ തരൂല, ഭക്ഷണത്തിൻ്റെ പൈസ തരണമെങ്കിൽ ഇല നിങ്ങളെടുക്കണം. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടി ഞങ്ങൾ ഇല എടുക്കാണ്ട് പോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹോട്ടലിൽ കയറിയാൽ ആ പാത്രം കഴുകാൻ കച്ചവടക്കാരാണ്, ചോറ് കഴിച്ചവരല്ല. ഇലയാണെങ്കിൽ അത് എടുത്തെറിയാൻ കച്ചവടക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി. അവിടുന്ന് പിന്നെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അകലമാണ് മഹാനവറുകളുടെ വീട്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല എടുത്തിടാനൊന്നും പോണ്ട, ഇല എടുക്കാനുള്ള ആളല്ല, ഇല എടുത്തിടാൻ പോണ്ട എന്നിങ്ങനെ ആര് പറഞ്ഞു കൊടുത്ത്? ഒരാളും പറഞ്ഞു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അറിവാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അറിയിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികളിൽപ്പെട്ടവരുടെ കറാമത്തുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത ഏതെങ്കിലും ചപ്പടി വിദ്യക്കാർ കാണിക്കുന്ന ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അതിനുവേണ്ടി എല്ലാവിധ അധ്വാനങ്ങളും നാം അധ്വാനിക്കുന്നതിന് നമ്മൾ വെറുതെ ആയി പോകുക. മാത്രമല്ല റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ പറയുന്ന മൗലിദ്, ഖുർആനൊട്ടാകെ റസൂലുള്ളാഹിൻ്റെ മൗലിദ് തന്നെയാണ് യഥാർത്ഥത്തിൽ. കൈഫക്കാന ഖുൽഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ കാന ഖുൽഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിൻ്റെ സ്വഭാവം ബയാൻ ചെയ്യുകയാണ്, വെളിവാക്കുകയാണ്, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുകയാണ്. എത്രയെത്ര ആയത്തുകളാണ്. വ ഇന്നക ലഅലാ ഖുൽഖിൻ അദീം. മുതഅല്ലിമീങ്ങളും അൽമീങ്ങളും സാധാരണവർക്ക് മനസ്സിലാക്കണം. വ ഇന്നക ലദൂ ഖുൽഖിൻ അദീം, തങ്ങൾ നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് പറയാൻ ലദൂ ഖുൽഖിൻ അദീം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല്ലാഹു അവിടെ പറയുന്നു ലഅലാ ഖുൽഖിൻ അദീം കഅന്നഹു ജമഅ ജമീഅൽ അഖ്ലാഖിൽ ഹമീദത്തി ഫജലസ അലൈഹാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സൽസ്വഭാവം ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ ലഅലാ ഖുൽഖിൻ അദീം, ഏറ്റവും വർണ്ണമായ സ്വഭാവത്തിൻ്റെ മേലാണ് നബിയെ താങ്കളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബിനെ പഠിക്കുകയും അവിടുത്തെ സൽസ്വഭാവവും അവിടുത്തെ ജീവിതവും അവിടുത്തെ മഹത്വവും നമ്മൾ മനസ്സിലാക്കി മറ്റ് മതസ്ഥർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.